എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു സദ്യ ഐറ്റം തന്നെയാട്ടോ അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാബേജ് തോരൻ. അതിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. അത് ഞാൻ 2 മെത്തേഡിലാണ് കാണിക്കുന്നത്. ഒന്ന് നമ്മൾ തേങ്ങ അരച്ചിട്ടും ഒന്ന് തേങ്ങ അരയ്ക്കാതെയുമാണ് ഉണ്ടാക്കുന്നത്. രണ്ടിനും 2 ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഫ്രണ്ട്സ്, എൻ്റെ എല്ലാവർക്കും സിമീസ് നാടൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇതിനായിട്ട് ഞാനൊരു ചെറിയ പീസ് ക്യാബേജ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ ഇങ്ങനെ കൊത്തിയിട്ട് ചെറിയതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. കട്ടിംഗ് ബോർഡിൽ വെച്ചാൽ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം, ഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നല്ല ചെറുതായിട്ട് വേണം നമുക്ക് അരിഞ്ഞ് കിട്ടാനായിട്ട്. ഇത് കണക്ക് നല്ല പൊടിയായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് അരപ്പുണ്ടാക്കണം. ഇത് അരച്ചുണ്ടാക്കുന്ന തോരനാണ്. പച്ചമുളക്, എരിവിന് ആവശ്യത്തിന്, ഒരു നുള്ള് ജീരകം ഒരുപാട് ചേർക്കരുത് കേട്ടോ. ഒരുപാടായി കഴിഞ്ഞാൽ ഭയങ്കര ജീരകത്തിന് ചുവയായിരിക്കും. കൈ കൊണ്ട് ഇങ്ങനെ നുള്ളി എടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു അത്രയും ഇട്ടേച്ചാൽ മതി കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു തണ്ട് കറിവേപ്പില, 2 ചെറിയ ഉള്ളി, ഒരു വെളുത്തുള്ളി ഇടുമ്പോഴത്തേക്ക് ഒരു ചെറുതിട്ടേച്ചാൽ മതി കേട്ടോ. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ വെളുത്തുള്ളിയുടെ ഭയങ്കര ടേസ്റ്റ് മുന്നേ നിൽക്കും. ഇത്രയും സാധനങ്ങൾ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. നല്ലപോലെ അരയരുത്, എല്ലാം ഒന്ന് ക്രഷായിട്ട് കിട്ടിയേച്ചാൽ മതി കേട്ടോ. ഇനി തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ചൂടായ ചീനച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 1 2 ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഒരു വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ഇടാം. അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ, കുറച്ച് വെള്ളം, അത് അരച്ച വെള്ളം തന്നെയാണ്, ഉപ്പ് ആവശ്യത്തിന്. ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി കേട്ടോ. ക്യാബേജ് പെട്ടെന്ന് തന്നെ വേകും. അപ്പോൾ ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കാം. ഇത് തുറന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരു സൈഡിൽ തന്നെ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അടിവശം ഇങ്ങനെ കരിഞ്ഞു പോവേ. അപ്പോൾ ഇതിൽ വെള്ളം ഓൾമോസ്റ്റ് വറ്റിയിട്ടുണ്ട്. ഇനി ഇത് അടയ്ക്കാതെ തന്നെ ഇപ്പോൾ ഇതിനൊരു ചെറിയൊരു വെള്ളത്തിൻ്റെ ഒരു അംശം ഇതിനകത്ത് കാണുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ ക്യാബേജ് നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് തുറന്ന് വെച്ചിട്ട് ഒന്നും കൂടി വെള്ളം വറ്റുമ്പോൾ ഇത് നന്നായിട്ട് ഉലർന്നു വരും. വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഉലർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ വിട്ട് വരുന്നുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ നമ്മുടെ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ മെത്തേഡിന് ക്യാബേജ് അരിഞ്ഞ പോലെ തന്നെ വീണ്ടും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല പൊടിയായിട്ട് തന്നെ. ഇനി ഇതിലേക്ക് നമ്മൾ സവാളയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ തേങ്ങ അരച്ചൊന്നും ചേർക്കത്തില്ല, വെറുതെ തേങ്ങ തിരിഞ്ഞ് അങ്ങോട്ട് ഇടുവാട്ടോ ചെയ്യുന്നത്. അപ്പം ഇതേപോലെ നല്ല പൊടിയായിട്ട് സവാള അരിഞ്ഞിടാട്ടോ. അപ്പോൾ ഒരു ചെറിയ സവാള എടുത്തേച്ചാൽ മതി. സവാള ചേർത്തുണ്ടാക്കുമ്പോൾ നമ്മൾ മറ്റേ തേങ്ങ അരച്ചുണ്ടാക്കുന്ന അതിൻ്റെ അത്രയും ക്യാബേജ് എടുക്കണ്ട. അതിനകത്ത് സവാളയൊക്കെ വരുമ്പോഴത്തേക്ക് ക്വാണ്ടിറ്റി അധികം ഉണ്ടാവും കേട്ടോ. ഇതേപോലെ ഇങ്ങനെ നല്ല പൊടിയായിട്ട് എല്ലാം അരിഞ്ഞെടുക്കും. അതേപോലെ തന്നെ പച്ചമുളകും നല്ല പൊടിയായിട്ട് അരിഞ്ഞിടാം. അത് എരിവ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് ചേർക്കാം. അപ്പം നമുക്കിവിടെ എരിവ് കുറവായതുകൊണ്ട് ഞാൻ ഓർമ്മയിട്ടുന്നുള്ളൂ. ഇതിലേക്ക് ചിരകിയ തേങ്ങ, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് ഇത് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ അരയ്ക്കാനൊക്കെ മടിയായിട്ടുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന എളുപ്പ മെത്തേഡാട്ടോ ഇത്. എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആൾക്കാർ ഈ രീതിയിൽ തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. മറ്റേ മെത്തേഡ് അങ്ങനെ അധികം ആരും ഉണ്ടാക്കില്ല. പക്ഷേ ടേസ്റ്റ് വൈസ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഫസ്റ്റ് മെത്തേഡ് തന്നെയാണ് കേട്ടോ ടേസ്റ്റ്. എൻ്റെ നാട്ടിൽ അങ്ങനെയാണ് ഫസ്റ്റ് മെത്തേഡിലാട്ടോ ക്യാബേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ ഒഴിക്കുക കേട്ടോ. ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക്, ഒരു വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഇതിലേക്ക് അരിഞ്ഞിട്ട് ക്യാബേജ് ചേർക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കടുക് കടി കിടക്കുമല്ലേ.
ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം, പെട്ടെന്ന് വേകാൻ വേണ്ടിയിട്ടാണ്. വെള്ള കളറിൽ തന്നെ ക്യാബേജ് തോരൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഉണ്ടാക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറയ്ക്കാം, ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം കേട്ടോ. ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. തുറന്നിട്ടൊന്ന് ഇളക്കാം കേട്ടോ. ഇതിലെ വെള്ളം വറ്റിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് സദ്യക്കായതുകൊണ്ട് ഇത്രയും വെച്ചിട്ട് നിർത്താം. അതല്ല നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് ഒന്ന് ചിക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നടുക്കോട്ട് മാറ്റിയിട്ട് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒരു മുട്ട ഒഴിച്ച് എന്നിട്ടൊന്ന് ചിക്കി എടുക്കുകയാണെങ്കിലും ഈ ക്യാബേജ് തോരൻ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പം നമുക്ക് ഇത് സദ്യക്ക് വേണ്ടി ഉണ്ടാക്കുന്നതല്ലേ, അപ്പം അതിൽ സദ്യയിൽ മുട്ടയൊന്നും നമ്മൾ ഉപയോഗിക്കത്തില്ലല്ലോ. എളുപ്പ രീതിയിലുള്ള ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാബേജ് തോരൻ 2 വ്യത്യസ്ത രീതിയിൽ ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ സദ്യക്കൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഒന്ന് പറയണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സ് ചെയ്താൽ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.